മരിക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഒന്നാകുമോ? ആ ലേഖനം എഴുതിയത് ഹുസൈൻ മടവൂരാണ്. അപ്പോൾ ഹുസൈൻ മടവൂര് മുജാഹിദിന്റെ ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്ന ലേഖനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വന്നിട്ടുള്ളത്. ആ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി തൊട്ടടുത്ത ദിവസം തന്നെ മാധ്യമം പത്രത്തിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഒരു ലേഖനമുണ്ട്. അതിൽ അയാൾ പറയുന്നത് മുജാഹിദ് ഐക്യം പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്നാണ്. മുജാഹിദ് ഐക്യപ്പെടേറ്റ് നമ്മളെ കാരക്കുന്നിന് ഭയങ്കര ചൊറിച്ചിലുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ഏതോ ആവട്ടെ, നമ്മള് ഈ ഹുസൈൻ മടവൂരിന്റെ ആഹ്വാനവും കാരക്കുന്നിന്റെ അതിൻ്റെ അരുപറ്റിയുള്ള വിശദീകരണവും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് നാളെ ഒരു ചർച്ച ക്ലാസ് റൂമിൽ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ സമയം 10 മണിക്ക്. ഉസ്താദന്മാരൊക്കെ സജീവമായിട്ട് ഉണ്ടാകണം. സാധാരണക്കാരായ ആളുകളും ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. എല്ലാവരും പരസ്യം ചെയ്ത് വിവരം അറിയിക്കുക. ആ ചർച്ചക്ക് പ്രത്യേകമായി നാം ഒരു പേര് ഇട്ടിട്ടുണ്ട്. രാത്രി 10 മണിക്ക്, പകലല്ല, ഇന്ത്യൻ സമയം രാത്രി 10 മണിക്ക് കേട്ടോ. അതിന്റെ പേര് മുജാഹിദ് ഐക്യാഹ്വാനം തൗഹീദ് തീരുമാനമായോ? ഇതാണ് ചർച്ചയുടെ വിഷയം. ഇത് മുജാഹിദ് ഐക്യാഹ്വാനം തൗഹീദ് തീരുമാനമായോ? തൗഹീദ് തീരുമാനമാകാത്തതിന്റെ പേരിലാണല്ലോ ഈ വെട്ടിപ്പൊളിഞ്ഞ് 4-8 കഷ്ണായി പോയത്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ തൗഹീദ് തീരുമാനമായോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ചർച്ച നാളെ ക്ലാസ് റൂമിൽ നടക്കും. അതിന്റെ പരസ്യം നമ്മുടെ അഡ്മിന്മാർ നന്നായി ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല പരസ്യത്തിൽ കൊടുക്കേണ്ട, അതിന്റെ ചർച്ചക്ക് കൊടുക്കേണ്ട പേര് ഇതാണ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. മുജാഹിദ് ഐക്യാഹ്വാനം തൗഹീദ് തീരുമാനമായോ? ആ വിഷയം വെച്ച് പരസ്യങ്ങൾ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ആ ചർച്ച നമുക്ക് നടത്തണം. ഇന്ത്യൻ സമയം 10 മണിക്ക് ആളുകളെ നാളെ ട്ടോ, ബുധനാഴ്ച കൂടുതൽ ഐഡിയകളെ ആ സമയത്തേക്ക് ക്ലാസ് റൂമിൽ കൊണ്ടുവരിക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ മുജാഹിദുകളെയും ആ മുജാഹിദ് ഐക്യം എന്ന സ്വപ്നം പൂവണിഞ്ഞ് കാണാൻ അതീവ തൽപരനായി മാധ്യമത്തിൽ ലേഖനം എഴുതിയ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും നാളത്തെ ക്ലാസ് റൂമിലെ ചർച്ചയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വരാം ഇൻഷാ അല്ലാഹ്. ഈ ചർച്ച നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം. ആ വിഷയം ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പം മൈക്കൊക്കെ വന്നത്. എല്ലാവരും ദുആ ചെയ്യണം എന്ന വസിയത്തോടെ തൽക്കാലം മൈക്കോടുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, കേൾവിക്കാരൻ ഉസ്താദേ, ഒരു മിനിറ്റ്. ഞാൻ വന്ന് ഇപ്പോ പെട്ടെന്ന് ചാടി മൈക്കെടുത്തത് നാളത്തെ ഈ പരിപാടിന്റെ ബാനർ നമ്മുടെ പ്രവർത്തകന്മാര് എത്രയും പെട്ടെന്ന്, ഉസ്താദ് പറഞ്ഞ വിഷയം കേട്ടല്ലോ, സാബിർ അടക്കമല്ല ഒരൊക്കെ കേൾക്കുന്നുണ്ടാകും, പ്രവർത്തകന്മാര് നാളത്തതിന്റെ പരിപാടിയുടെ ബാനർ നല്ല നല്ല മോഡലിൽ അത് ചെയ്തിട്ട് ഫേസ്ബുക്ക് കംപ്ലീറ്റ് നിറച്ച് കാണിക്കണം. നമുക്ക് നാളത്തെ ഈ പരിപാടിന്റെ അഥവാ രാത്രി 10 മണിക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് കോട്ടൂർ ഉസ്താദ് ഇപ്പൊ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഈ പരിപാടിയുടെ ബാനർ നല്ല മൊഞ്ചായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്യണം. അത് മറന്നു പോകരുത്. കണ്ടാൽ അത് മൈൻഡ് ചെയ്യാതെ വിട്ടു പോകരുത്. എല്ലാവരും ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഫേസ്ബുക്ക് നാളെ നിറഞ്ഞു നിൽക്കണം. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനും നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആയുരാരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ഭംഗിയിൽ ആ ഒരു ചർച്ചയിൽ പങ്കെടുക്കാനും ആ ചർച്ചയിൽ അതിന് വേണ്ട എല്ലാ സഹകരണങ്ങളും നടത്താനും അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ മൈക്കൂർന്ന് ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് വരും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല, അത് നമ്മളെ മുജാഹിദ് നേതാവ്, ചെർപ്പളശ്ശേരിക്കാരൻ മുജാഹിദ് നേതാവൊക്കെ അത് വളരെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും അതൊരു നല്ല, കാരണം അവർക്കിപ്പോൾ ഈ തൗഹീദിന്റെ കാര്യത്തിൽ എങ്ങും ചവിട്ട് കിട്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ അടിച്ചിട്ടുണ്ട്. നല്ല പരിപാടിയാണത്. അദ്ദേഹമൊക്കെ നേരത്തെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ അതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നൗഫൽ ചെർപ്പളശ്ശേരി, അതൊരു നല്ല പരിപാടിയാണ്. മൂപ്പരെന്ത് ചെയ്യാ, നേരത്തെ മൂപ്പരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നെന്ത് ചെയ്തിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അല്ലേ നിങ്ങളിവിടെ അടിച്ചില്ലേ? അത് ശരി. ഇപ്പൊ അടിക്കുമ്പോ ഇവിടെ നിങ്ങൾ അടിച്ചതെന്താ? അതഞ്ഞപ്പോ അത് മേലക്ക് പോയല്ലോ പടച്ചോനെ. കഴിഞ്ഞപ്പോ അത് പിന്നെ ഇവിടെ അടിച്ചതാണ്, മേലക്ക് പോയിണ്ട്. അതുകൊണ്ട് കിട്ടാൻ പണിയാണ്. വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി അടിച്ചല്ലോ. വെരി ഗുഡ് എന്ന് അടിച്ചിട്ട് പിന്നെ അതിന്റെ ബാക്കി എന്താ അടിച്ചത് നൗഫലെ? ആ മേലക്ക് പോയിണ്ട് അത് കേട്ടാ. അപ്പൊ ഇൻഷാ അള്ളാ എല്ലാവരും ഉണ്ടാവും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എല്ലാ മുജാഹിദുകളെയും നമ്മളെന്ത് ചെയ്യാണ്, നാളെ ഇന്ത്യൻ സമയം 10 മണിക്ക് SGBയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ മുജാഹിദുകളെയും, എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും, എല്ലാവരും കേട്ടാ. പിന്നെ അതല്ല, അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും കൂടി സംഭവിച്ചിരിക്കുന്നു. കൊട്ടൂർ ഉസ്താദ് കേൾക്കുന്നുണ്ടോ അറിയില്ല, ഉസ്താദ് പോയിട്ടില്ലെങ്കിൽ. മറ്റൊരു പത്രം ഞാനിപ്പോൾ എൻ്റെ ഇതിന്ന് പിന്നെ എഴുതിയ മറ്റൊരു പത്രം ജിദ്ദയിൽ നിന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് തൗഹീദ്, ബിദ്അത്ത്, പിന്നെന്തേലും ഒന്നും കൂടി ഉണ്ടായിരുന്നു കുറച്ചോനെ, ഞാനിപ്പോൾ മറന്നു. അങ്ങനെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ഒന്നുമില്ല, ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ഭിന്നതയില്ല, അഥവാ ഐക്യപ്പെടുന്നതിന് തടസ്സമില്ല എന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഹുസൈൻ മടവൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നേരത്തെ വായിച്ചിരുന്നു. അങ്ങനെ ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഹുസൈൻ മടവൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തൗഹീദും ശിർക്കും വിദേഹത്തിലും വിഷയത്തിലൊന്നും അവർക്ക് എന്തില്ല, അത്രേ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോ നമ്മളറിയില്ല, കണ്ണുക്ക് നോക്കി നുണ പറയാം, മനസ്സിലായോ? അതൊക്കെ ചർച്ച വരും. അങ്ങനെ തന്നെയല്ലേ ചെറുപ്പുളശ്ശേരി, അതൊക്കെ ചർച്ച വരും. നേരത്തെ വരിക കേട്ടാ ചെറുപ്പുളശ്ശേരി. എന്നിട്ട് തുറന്ന മനസ്സോടെ എന്ത് ചെയ്യുക, വിഷയം ഒന്ന് പഠിക്കാൻ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ രക്ഷപ്പെടാൻ മതി. അതല്ല, അബൂജാഹിലിന്റെ മനസ്ഥിതിയാണ്, എൻ്റെ കൈത്താണ് നീട്ടി മുറിച്ചോ, താരാണ് മുന്നിലിട്ട് കൊടുക്കുക, എന്നിട്ട് അത് കണ്ടിട്ടെങ്കിലും മുഹമ്മദ് ഒന്ന് പേടിക്കട്ടെ എന്നുള്ള ആ കിബറാണെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് നടക്കും ചെയ്യാം കേട്ടാ. പിന്നെ എത്രമാത്രം തുറക്കണം എന്നുള്ളത് നിങ്ങൾ സാധാരണ എത്ര തുറക്കലെന്ന് വെച്ചാല് അത്ര തുറന്നാൽ മതി. ഓക്കെ. അല്ല, ഇവിടെ പറയുന്ന വിഷയത്തിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിമർശിക്കാലോ. അതിന് ഞങ്ങൾ മൈക്ക് തരുന്നു. അത് വേണമെങ്കിൽ ഇപ്പോഴും പറയാം നിങ്ങൾക്ക്. തൗഹീദിന്റെ വിഷയത്തിൽ മുജാഹിദ് ഗ്രൂപ്പുകളെല്ലാം ഒന്നാണ്, അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ള ഈ ഏറ്റവും വലിയ നുണ, അത് സത്യമാണ്. നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്കെടുത്തോളി, പറഞ്ഞോളി ഏതാണ് ആ തൗഹീദ് എന്നുള്ളത്. എന്നാ ഞങ്ങൾ തെളിയിച്ചു തരുന്നത് നിങ്ങളുടെ നേതാക്കൾ തന്നെ അവരുടെ സ്വന്തം നാവുകൊണ്ട് അതിന് വിരുദ്ധമായി പറഞ്ഞത് ഞങ്ങൾ കേൾപ്പിച്ചു തരാം. തൗഹീദും ശിർക്കും വേറെ വിഷയമല്ല, മനസ്സിലായോ? മറ്റ് സംഘടനാ പ്രശ്നമോ കാശ് കട്ടതോ മുക്കിയതോ ഒന്നല്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അതൊക്കെ നിങ്ങളെ പേഴ്സണൽ, അതൊക്കെ ശാഖാപരമായ പ്രശ്നങ്ങൾ, അതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തൗഹീദ്, ശിർക്ക്, സുന്നത്ത്, വിദഅത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിപ്പിലാണ്. നിങ്ങളുടെ തൗഹീദ് ഇപ്പോഴും ഉറച്ചിട്ടില്ല. പണ്ട് പറഞ്ഞ തൗഹീദല്ല പിന്നെ പറയുന്നത്. 2000 വരേക്കും പറഞ്ഞ തൗഹീദല്ല അതിന് ശേഷം പറയുന്നത്. ഇപ്പൊ പറയുന്ന തൗഹീദല്ല അതിന്റെ മുമ്പ് പറഞ്ഞത്. തൗഹീദിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ശിർക്ക് എന്നുള്ളത്. അപ്പൊ ശിർക്കിന് മാറ്റം വരുമ്പോൾ തൗഹീദിന് മാറ്റം വരണം. ശിർക്ക് എന്ന് പറയുന്നത് തൗഹീദിന്റെ നേരെ എതിരല്ലേ. കാര്യങ്ങൾ ഗ്രഹിക്കാൻ, മനസ്സിലാക്കുക അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടാണ് എന്നാണ്. അപ്പൊ ശിർക്ക്
മാറുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? തൗഹീദ് മാറുന്നു. മനസ്സിലായോ? അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നാളെ വിശദമായി ചർച്ച നാളെ ഇന്ത്യൻ സമയം 10 മണിക്കുണ്ടാവും. അല്ല ചെർപ്പുളശ്ശേരിക്കൊക്കെ ഇന്ന് തന്നെ ചർച്ച ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നോളൂ. ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ച ചെയ്യും. പയ്യോളി ഉസ്താദ് ഇവിടെ ഉണ്ടാവും ചർച്ചയ്ക്ക്, മറ്റുള്ള ഉസ്താദുമാരും ഉണ്ടാവും. ധൈര്യം ഉണ്ടെങ്കിൽ മൈക്കിൽ വന്നോളൂ. തൗഹീദും ശിർക്കും ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്നറിയിച്ചുകൊണ്ട് എല്ലാവരോടും ദുആ വസിയ്യത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.